ഓം ശാന്തി. ഒരു മനുഷ്യൻ്റെ സ്വഭാവം തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആധാരശിലയായി മാറുന്നത്. ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഇന്നത്തെ കഷ്ടപ്പാടിൻ്റെ വിഷമത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ നാളുകളിലേക്ക് പോവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസ്കാരത്തിലും മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നും തുടങ്ങി വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആധാരമാകുന്ന പടികളും നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കേണ്ട കുറച്ച് സ്റ്റെപ്സാണ് അഥവാ കുറച്ച് സ്വഭാവങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴായിട്ട് പല വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു പോയിന്റ് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണെന്നറിയാം, പക്ഷേ അനിവാര്യമായതുകൊണ്ട് ആവർത്തിക്കട്ടെ. എക്സസൈസ്. നിങ്ങൾക്കറിയാലോ, ഒരു മഴുവെടുത്ത് ആ മഴുവിന് മൂർച്ച വെപ്പിച്ചിട്ടേ നമ്മൾ മരം മുറിക്കാറുള്ളൂ. അതുപോലെ ഈ ശരീരത്തിന് എത്രത്തോളം നല്ല ആഹാരവും നല്ല എക്സസൈസും, ഓൺലി ഫുഡ് അല്ല, ഫുഡ് പ്ലസ് എക്സസൈസ് രണ്ടും നന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരം വേണ്ട രീതിയിൽ നമ്മളോട് സഹകരിക്കുക തന്നെ ചെയ്യും. രണ്ട് വിധത്തിൽ ഞാൻ ആളുകളെ കണ്ടിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം സമയം അമൂല്യമായ രീതിയിൽ ഉപയോഗിക്കുന്നവർ. അവരുടെ അടുത്ത് ഞാൻ നിർബന്ധമായിട്ടും വണ്ടിയിൽ പോകരുത്, നടന്നു പോകണമെന്നൊന്നും ഞാൻ പറയാറില്ല. ബട്ട് രാവിലെ നേരത്ത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ സമയം അവനവന് വേണ്ടി എക്സസൈസ് ചെയ്യാനും ബോഡി സ്ട്രെച്ച് ചെയ്യാനും എനർജീനെ റിലീസ് ചെയ്യാനും വേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഇതിനെ കുറച്ച് വിശദമായിട്ട് മറ്റ് പല വീഡിയോസിലും പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം ആ പോയിന്റിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ ഫാക്ടർ എക്സസൈസ് തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നോൺ ടു അൺനോൺ എന്നതാണ് പ്രോപ്പറായിരിക്കുന്ന ഫാക്ടർ. അറിയാത്ത ഒരു കാര്യത്തെ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന കാര്യങ്ങൾ ചെയ്ത് അറിയാത്ത കാര്യത്തെ പോലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടും അറിയുന്ന സാധനമാണ് ഈ ദേഹം. അതുകൊണ്ട് തന്നെ എക്സസൈസിലൂടെ, സ്ട്രെച്ചിങ്ങിലൂടെ സർക്കുലേഷൻ നമ്മളെ പ്രോപ്പറാക്കിക്കൊണ്ട് ഇതിലൊരു എനർജി റിലീസ് ചെയ്യാൻ പറ്റിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കടന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ശരീരത്തിൻ്റെ ഹെൽത്തിൽ നമ്മൾ റെസ്പോൺസിബിൾ ആവുമ്പോൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തിലും നമ്മൾ റെസ്പോൺസിബിൾ ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അർത്ഥം, ഒരു ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. പലപ്പോഴും മനസ്സാഗ്രഹിച്ചു പോവും, നിങ്ങൾ കുറ്റക്കാരല്ല എങ്കിൽ ഞാനിതല്ല എന്നുള്ളത് എനിക്ക് തെളിയിക്കണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ പലതും ചെയ്യും. പക്ഷേ എൻ്റെ അനുഭവം, ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള അനുഭവം, അനുഭവിച്ചറിഞ്ഞ അനുഭവം, തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കും തോറും നമ്മളെ തെറ്റുകാരെന്ന് എല്ലാവരും മുദ്ര കുത്തുള്ളൂ. ഒന്നുകൂടി ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, തെളിയിക്കാൻ നോക്കും തോറും നിങ്ങളെ തെറ്റുകാരെന്ന് എല്ലാവരും മുദ്ര കുത്തുകയുള്ളൂ. സത്യം അത് നൃത്തം ചെയ്യുക തന്നെ ചെയ്യും. സമയം വരുമ്പോൾ തെളിയുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യം തെളിയിക്കാൻ നിൽക്കാതെ എന്താണോ റിയൽ ആയിരിക്കുന്ന ഫാക്ടർ, എന്താണോ സത്യം, അതിൻ്റെ ആധാരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്നോളൂ. സമയം അത് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ തെറ്റുകാരെന്ന് പറയുമ്പോൾ അത് സ്വന്തം തലയിലേക്ക് ഏറ്റെടുക്കാനും പോണ്ട. ഒരാളുടെ മുന്നിൽ നമ്മൾ തെളിയിക്കാൻ വേണ്ടി വാദിക്കാനും പറയാനും പോകേണ്ട കാര്യമില്ല. അതേസമയം തിരിച്ചുമാവരുത്. ഒന്ന്, എന്നെ പറയുമ്പോൾ ഞാനത് സ്വീകരിക്കാതിരിക്കണം. മറ്റൊന്ന്, മറ്റൊരാളെ കുറ്റപ്പെടുത്താനും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു ഭാഗം മാത്രം കുറ്റവാളികളാവാറില്ല. വളരെ റയർ കേസുകൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാത്തിലും കുറച്ചൊക്കെ എല്ലാവരുടെയും കുറ്റം ഉണ്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുക? ആ കാര്യത്തിൽ അവരുടെ കുറ്റാണ് ഇവരുടെ കുറ്റാണെന്ന് പറയാനേ പോണ്ട. വാട്ട് എവർ ഇറ്റ് ഹാപ്പൻ ഇസ് ഹാപ്പൻ. കഴിഞ്ഞത് കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷം തൊട്ട്, ഇന്നത്തെ ഈ നിമിഷം, ഈ മൊമെൻറ്റ് ഇതെൻ്റെ കയ്യിലുള്ളതാണല്ലോ. ഇത് തൊട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുള്ളതാണല്ലോ. ആ അധികാരത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. കഴിഞ്ഞത് പറഞ്ഞിട്ട് അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരത് ചെയ്തിട്ടാ ഇതിങ്ങനെ ഉണ്ടായത്, ഇവരത് ചെയ്തിട്ടാ ഇങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനും പോകരുത്. ബ്ലെയിം ഗെയിം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കളിയാണ്. ചിലപ്പോൾ പറയുന്നത് കാര്യമായിരിക്കാം, ചിലപ്പോൾ പറയുന്നത് കാര്യമല്ലായിരിക്കാം. എന്നാലും അതൊരിക്കലും നമുക്ക് സുഖം തരാൻ പോകുന്നില്ല. സോ പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റണം. അതിൻ്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. എന്നെ ഒരാൾ പറ്റിച്ചു പോയെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഒരാൾക്ക് പറ്റിച്ചു പോകണമെങ്കിൽ അത് പറ്റിക്കപ്പെടുകയാണെന്ന് പലപ്പോഴും നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും.
പല സൂചനകളും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ടും അതിനെ സ്വീകരിക്കാതെ മുന്നോട്ട് പോയ ഞാൻ എന്നെ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവനവനെ കുറ്റപ്പെടുത്താനും പോണ്ട, വേറെ ആളെ കുറ്റപ്പെടുത്താനും പോണ്ട, എന്തിന് അതുകൊണ്ട് അങ്ങനെയുണ്ടായി, ഇതുകൊണ്ട് ഇങ്ങനെയുണ്ടായി, ആ ഒരു നെഗറ്റീവ് സൈക്കിളിനുള്ളിൽ വലയം ചെയ്ത് അത് തന്നെ ഒരു വലിയ വലയാക്കി മാറ്റി അതിൻ്റെ ഉള്ളിൽ കുരുങ്ങിയിരിക്കാതെ ബെറ്റർ ഐഡിയ വല മുറിക്കുക. ഒറ്റ കാര്യം വേണ്ട ആവശ്യമുള്ളൂ, കഴിഞ്ഞത് കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു, അതിനങ്ങ് സീൽ ചെയ്യുക. എന്നിട്ട് മുന്നോട്ട് എങ്ങനെ എനിക്ക് പോകേണ്ടത് എന്നാലോചിക്കുക. ആ യാത്രയിൽ മുന്നോട്ട് പോയി നോക്ക്. അവിടെ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം, ഓക്കെ, എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചോ അതിന് റെസ്പോൺസിബിൾ ഞാൻ തന്നെയാണ്, എൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇതാ മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനും ഇല്ല, ആരുടെ തെളിയിക്കാനും ഇല്ല. എന്ത് പ്രവർത്തിക്കണോ അത് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന ലക്ഷ്യത്തോടെ മുന്നേറുമ്പോൾ ഈസി ആയിരിക്കും. അതിനാണ് മൂന്നാമത്തെ പോയിന്റും. തുടങ്ങും മുന്നേ അവസാനം എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം ഒരു ഗോൾ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഏത് പോയിന്റിൽ എത്തണം എന്ന് നിശ്ചയിക്കാതെ തുടങ്ങുന്ന യാത്ര രാവിലെയും രാത്രിയും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്നാലും എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ആ യാത്രയ്ക്കൊരു ലക്ഷ്യമില്ല. ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്ന് ഞാൻ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്ത് പോകണം, അല്ലെങ്കിൽ കണ്ണൂർ പോകണം, തൃശ്ശൂർ പോകണം എന്നൊരു ലക്ഷ്യം വെച്ചാണ് യാത്ര എങ്കിൽ യാതൊരു സംശയവുമില്ല, ഇത്ര മണിക്കൂർ യാത്ര ചെയ്യണമെന്ന് എനിക്കറിയാം, ഇന്ന പോയിന്റൊക്കെ എനിക്ക് പാസ് ചെയ്യേണ്ടി വരുന്നറിയാം, ഈ സ്ഥലങ്ങളിൽ ട്രാഫിക് ജാം ആയെന്നറിയാം, ഈ സ്ഥലത്ത് ഫ്രീ ആയി പോവാമെന്നറിയാം, എൻ്റെ സ്പീഡ് എത്ര വേണം, എവിടെ ഞാൻ ചുരുക്കണം, എവിടെ എനിക്ക് കൂട്ടണം എന്ന ബോധ്യത്തോടു കൂടി എനിക്ക് എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ ഒരു യാത്ര, ജീവിതത്തിലെ യാത്ര തുടങ്ങുമ്പോൾ എന്തിനു വേണ്ടി ഞാൻ ഈ യാത്ര ചെയ്യുന്നു, എവിടെ വരെ ഞാൻ എത്തും, അതാണ് പറയുന്നത്. അവസാനം പറഞ്ഞിട്ട് ആദ്യം ആരംഭിക്കാൻ. ഒരു ഗോൾ, ഒരു ലക്ഷ്യം അത് സെറ്റ് ചെയ്യൂ. അതിൻ്റെ ആധാരത്തിലൂടെ ഇവിടം വരെയാണ് എൻ്റെ യാത്ര പോകേണ്ടത്, ഇപ്പം ഞാൻ നിശ്ചയിച്ചത് ഇവിടം വരെയാണ് ഈ യാത്ര, ആ യാത്രയിൽ പോകുമ്പോൾ ഇന്ന സ്റ്റെപ്പ് എടുത്ത് എനിക്ക് മുന്നോട്ട് പോകണം എന്ന പ്ലാനിങ്ങിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ യാത്രേനെ ആർക്കും തടയാനും പറ്റില്ല. തടഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാക്കാനും ആർക്കും സാധ്യമല്ല. കാരണം ഒരു ഗോൾ എന്നൊരു സാധനം, മുന്നിൽ ഒരു ലക്ഷ്യം നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും തോറും അതിൽ ആർക്കും നിങ്ങളെ തടയാൻ പറ്റാത്തൊരു ഊർജം അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരിക. മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനും പറ്റില്ല, മറ്റൊരാൾക്ക് നമ്മളെ തടഞ്ഞു വെക്കാനും പറ്റില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഊർജം അത് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, മേക്ക് പ്രയോറിറ്റി. എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ പ്രാധാന്യം കൊടുക്കാനുള്ള ശക്തി അത് നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് വരിക തന്നെ ചെയ്യും. ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് ആ ഒരു കാര്യം നേടാൻ പോകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട പലതും നമുക്ക് നഷ്ടമാവുന്നുണ്ടാവും. ഞാനൊരു ഉത്തമ ഉദാഹരണം പറഞ്ഞു തരികയാണെങ്കിൽ, കുട്ടികൾ അവരുടെ എക്സാമിന് വേണ്ടി നല്ല മാർക്കിന് വേണ്ടി പഠിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാം അവർ ക്യാൻസൽ ചെയ്യുന്നു. ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ കല്യാണം വരുന്നു, കാതുകുത്ത് വരുന്നു, പെരുന്നാൾ വരുന്നു, ഉത്സവം വരുന്നു, ഇതിനൊക്കെ തന്നെ ത്യജിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പഠിക്കേണ്ടതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചുകൊണ്ട് മുഴുകി പഠിക്കുന്ന കുട്ടികളാണ് പഠനത്തിലൂടെ അവരുടെ ജീവിതം ഏതെങ്കിലും വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നുള്ളൂ. കുച്ച് ഖോന കുച്ച് പാന എന്ന് ഹിന്ദിയിൽ പറയും. കുറച്ച് നമ്മൾ നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. ലെറ്റ് ഇറ്റ് ബി. ഈ വലിയ നേട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ അടുത്ത് വന്നു ചേർന്നോളും എന്ന സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഒരിക്കലും യാത്ര ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്. വിൻ വിൻ പോളിസി മീൻസ് ആരും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ആദ്യം പറയുകയാണ്, ഒരു വീഡിയോ നമ്മൾ ഇട്ടാൽ നെവർ ഡിപ്പെൻഡ് ഓൺ എനിവൺ, ഈശ്വരനെ മാത്രമേ ആധാരമാക്കാവൂ. ഞാനത് ഒത്തിരി അംഗീകരിക്കുന്ന കൂട്ടത്തിലൊരാളാണ്. അപ്പോൾ തിരിച്ചു ചോദിക്കും, വിൻ വിൻ എന്നുള്ള പോളിസി അത് ഇൻ്റർ ഡിപ്പെൻഡൻസിയാണ്. ഡിപ്പെൻഡൻസി അല്ല, ഇൻ്റർ ഡിപ്പെൻഡൻസി മീൻസ് ഒരു കൂട്ടത്തിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ താമസിക്കുകയാണ്. ഞാൻ ഇത് പറയാൻ കാരണം ഒത്തിരി കമൻസ് അതിൻ്റേതിൽ വന്നിരുന്നു. ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാനേ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് പലരും എൻ്റെ അടുത്ത് അതിൽ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. ആ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് കൂടി ഞാൻ എടുത്തു പറയട്ടെ. ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ അർത്ഥം അവരെനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ ഞാൻ കാത്തുക്കുക, അവരുടെ ആധാരത്തിൽ അവരാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഘടകം. അവരിളകിയാൽ ഞാൻ കരയും, അവർ ചിരിച്ചാൽ ഞാൻ ചിരിച്ചു, അവർ പ്രവർത്തിച്ച ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെ നമ്മുടെ താക്കോൽ ആരുടെയും കയ്യിൽ കൊടുത്തേക്കരുത് എന്നാണ് ഡിപ്പെൻഡ് ആവരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനർത്ഥം നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കരുതെന്നല്ല. സൊസൈറ്റിയാണ്, മനുഷ്യൻ സമൂഹ ജീവിയാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ പേരാണ് വിൻ വിൻ എന്ന് പറയുന്നത്. വിൻ വിൻ പോളിസിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാനൊരു ലക്ഷ്യം നേടി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മാത്രം വിജയമല്ല, ഞാൻ പോകുന്നതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ കാൽ വയ്ക്കുന്ന എല്ലാവർക്കും ആ വിജയം ആനന്ദദായക
ആനന്ദദായകമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആ ഒരു കൈപ്പേറിയ കാര്യം കൂടെ അപ്പം നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ഗ്രൂപ്പ് ടീം വർക്കിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടൊരു കാര്യം, സക്സസ് ആണെങ്കിൽ എല്ലാവരും പറയും ഞാനും അതിലുണ്ടായിരുന്നു, ഞാൻ ആ ഭാഗം ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ഭാഗം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒരുപാട് അവകാശികളുണ്ടാവും. അവരെല്ലാവർക്കും ആ ക്രെഡിറ്റ് കൊടുക്കൂ, എന്നിട്ട് നമ്മൾ ടീം ജയിച്ചതാണെന്ന് സന്തോഷിച്ചോളൂ. അതേസമയം ചിലപ്പോൾ തോൽവി വന്നാൽ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, ഇവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അവരങ്ങനെ നിർദ്ദേശിച്ചിട്ടല്ല ഞാൻ ചെയ്തത്, ഉത്തരവാദിത്വം മുഴുവൻ ആർക്കെങ്കിലും ഒരാൾക്ക് വരും. ആ സമയത്ത് ഒരു വിഷമവും കൂടാതെ ആക്സെപ്റ്റ് ഇറ്റ്. ആയിക്കോട്ടെ, തോൽവി എൻ്റെയാണ്, വിജയം നമ്മുടെയാണ്. ആ ഒരു പോളിസി സ്വന്താക്കുക. തോൽവി എൻ്റെയാണ്, വിജയം നമ്മുടെയാണ്. വി വിൻ വിൻ. എന്നാൽ നിങ്ങൾക്ക് എവിടെ പോയാലും ജയിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആ ആക്സെപ്റ്റൻസ് എന്താണോ നമുക്ക് വേണ്ടത്. ജയമാണെങ്കിൽ നമ്മൾ ഒന്നിച്ച്, തോൽവിയാണെങ്കിൽ ആയിക്കോട്ടെ, ആ തോൽവി എൻ്റെയാണോ, എൻ്റെ ആയിക്കോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, വലിയ യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത്, ഒരു ലോങ് ജേണി ആണെങ്കിൽ, ഒരു 3 ദിവസത്തെ യാത്രയാണെങ്കിൽ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നതിനേക്കാൾ ബോറായിട്ടുള്ള കാര്യം വേറെ ഒന്നും ഉണ്ടാവില്ല. അതേസമയം തൊട്ടടുത്തൊരു യാത്രയ്ക്കാണെങ്കിൽ ഒരാളെ കൂട്ടി അവരെ കൂട്ടാൻ നിൽക്കുന്ന നേരം കൊണ്ട് ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തി വരികയും ചെയ്യും. അർജൻറ്റായിട്ടുള്ള ചെറിയ യാത്രയാണോ, ഒറ്റയ്ക്കും പുറപ്പെട്ടോളൂ. ലോങ് ജേണിയാണോ, കൂട്ടുകാരെ കൂട്ടിപ്പോകൂ. ബിഗ് ഡ്രീം ആണോ, ബിഗ് ടീം അനിവാര്യമാണ്. വലിയ സ്വപ്നങ്ങൾ നേടാൻ പോകുമ്പോൾ ഒരു ടീമിന് മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കൂട്ടായ്മേനെ എടുക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പോയിന്റ്, സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കണം. സപ്പോർട്ട് എടുക്കാം, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കൊടുക്കാൻ മറക്കരുത് മാത്രം. എല്ലാവരും സപ്പോർട്ട് എടുത്ത് കാര്യം നടത്തി കഴിയുമ്പോൾ ഇതെല്ലാം എൻ്റെ മാത്രം എന്ന് പറയരുത്. നമ്മളൊന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെയാണ് സന്തോഷം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന ടീമിൽ എല്ലാവർക്കും നിങ്ങൾ ഹാർട്ടായിരിക്കും. ആ ഹാർട്ടിൽ എല്ലാവരും ഹാർട്ടിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും, നിങ്ങളുടെ ഹാർട്ടിൽ എല്ലാവർക്കും സ്ഥാനം ഉണ്ടാവും. എങ്കിൽ ആ ഗ്രൂപ്പിലെ വിജയത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പോളിസീസ്, ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുത്ത്, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുത്ത്, എടുക്കേണ്ട സപ്പോർട്ട് എടുത്ത്, എല്ലാവരും നമ്മൾ ഒന്നിച്ചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിലെന്ത് കയറ്റിറക്കങ്ങളാണെങ്കിലും അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് സപ്പോർട്ട് എടുത്തും കൊടുത്തും നമ്മുടെ യാത്ര ബിഗ് ഡ്രീം ബിഗ് ടീം, ആ ഒരു പോളിസി സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം അധികം ദൂരത്തല്ലാതെ നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനൊരു വിജയമാല കഴുത്തിൽ അണിയാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.